കാനഡയിൽ വിമാനങ്ങൾ കൂട്ടിയിടിച്ച് മലയാളി പൈലറ്റ് മരിച്ചു. തൃപ്പൂണിത്തുറ സ്വദേശി ശ്രീഹരി സുകേഷാണ് മരിച്ചത്. പരിശീലന പറക്കലിനിടെയാണ് അപകടം ഉണ്ടായത്. കാനഡ സ്വദേശിനിയായ സാവന്ന മെയ് റോയ്സും അപകടത്തിൽ മരിച്ചു. ആശയവിനിമയ സംവിധാനങ്ങളിലെ പിഴവാണ് അപകട കാരണമെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. ആദ്യം ശ്രീഹരിയുടെ അമ്മാവൻ ദീപേഷ് ചന്ദ്രന്റെ വാക്കുകളിലേക്ക്. അവർ ഷെയർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു അബദ്ധം പറ്റി രണ്ട് വിമാനങ്ങൾ ഒരുമിച്ച് വന്നതല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവർ പറഞ്ഞത് രണ്ട് ഫ്ലൈറ്റും ഒരേ സമയത്ത് ലാൻഡ് ചെയ്യാൻ നോക്കുമായിരുന്നു. ഈ രണ്ട് ഫ്ലൈറ്റും ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചതെന്നുള്ള രീതിയിലാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഒന്നിൻ്റെ മുകളിലായിട്ട് വരുന്ന രീതിയിൽ വന്നു ആ ലാൻഡ് ചെയ്യുന്ന സമയത്ത്. അതിനുശേഷം അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇൻസ്പെക്ടർ പറഞ്ഞത് മുകളിലുള്ള വിമാനത്തിൻ്റെ വീല് താഴത്തുള്ള വിമാനത്തിൻ്റെ ഫ്യൂസലാജിൽ വന്ന് ഇടിക്കുകയോ അങ്ങനെ എന്തോ ചെയ്തു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അതിനുശേഷം ഞാനൊരു കൂടെ ഫ്ലൈ ചെയ്യുന്ന ഒരു കുട്ടിയോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇതൊരു അബദ്ധമൊന്നുമല്ല, ഇത് ഇങ്ങനത്തെ ഒരു മനൂവർ ഈ ഫ്ലൈയിങ്ങിൽ അവരുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നതാണ്. ആ ചെയ്യുന്ന സമയത്ത് എന്തോ സംഭവിച്ചതാണ്. അതിപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനുണ്ട്. ജിജീഷ്, ആശയവിനിമയ സംവിധാനങ്ങളിലെ പിഴവാണ് അപകട കാരണമെന്ന് പറയുന്നു. ഒപ്പം എപ്പോഴാണ് ശ്രീഹരിയുടെ മരണ വാർത്ത സംബന്ധിച്ച കുടുംബത്തിന് അറിയിപ്പ് ലഭിക്കുന്നത്? എപ്പോഴായിരിക്കും മൃതദേഹം എത്തിക്കുക? രാജി, ഇന്നലെയാണ് ഔദ്യോഗികമായി ശ്രീഹരിയുടെ മരണം സംബന്ധിച്ചുള്ള അറിയിപ്പ് ഈ ഒരു പരിശീലന കേന്ദ്രത്തിൽ നിന്ന്, ഫ്ലൈയിങ് പരിശീലന കേന്ദ്രത്തിൽ നിന്ന് അറിയിക്കുന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്കാണ് ഈ ഒരു അപകടം സംഭവിച്ചത് എന്ന കാര്യമാണ് ബന്ധുക്കളെ അവർ അറിയിച്ചിട്ടുള്ളത്. ശ്രീഹരി ഫ്ലൈറ്റ് പറത്തിയിരുന്ന വിമാനവും ഒപ്പം തന്നെ സാവന്ന പറത്തിയിരുന്ന വിമാനവും അത് ഒരേ ദിശയിൽ വരികയും പരസ്പരം കൂട്ടിയിടിക്കുകയുമായിരുന്നു എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ പരിശീലനത്തിന്റെ ഭാഗമായി തന്നെയുള്ള ഇതായിരുന്നു. ഒരേ സമയം ഫ്ലൈറ്റ് താഴേക്ക് ഇറക്കുന്നതും പറത്തുന്നതും അടക്കമുള്ള പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ഇവർ. സ്വകാര്യ പൈലറ്റ് ലൈസൻസ് നേടിയ ശ്രീഹരി കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസിനുള്ള പരിശീലനത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനിടയിലാണ് ഈ ദാരുണമായ അപകടം സംഭവിക്കുന്നത്. സ്വകാര്യ പൈലറ്റ് ലൈസൻസിനുള്ള പരിശീലനത്തിലായിരുന്നു സാവന്യ ഉണ്ടായിരുന്നത്. മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ അത് ബന്ധുക്കൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വഴിയും എംബസികൾ വഴിയും എല്ലാം തന്നെയാണ് അതിന്റെ ഒരു ശ്രമങ്ങൾ. ഒപ്പം തന്നെ മലയാളി സമാജവും മലയാളി അസോസിയേഷനും എല്ലാം ഇക്കാര്യത്തിൽ, കാനഡയിലെ മലയാളി അസോസിയേഷനും എല്ലാം തന്നെ ശ്രമങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഈ അപകടത്തിന്റെ കൃത്യമായ അന്വേഷണമാണ് കാനഡയിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. തൃപ്പൂണിത്തുറ സ്റ്റാച്യു റോഡ്, ന്യൂ റോഡിലെ കൃഷ്ണ എൻക്ലേവിലെ ബാങ്ക് ഉദ്യോഗസ്ഥനായ സുകേഷിന്റെയും ഒപ്പം തന്നെ UST ഗ്ലോബൽ ഉദ്യോഗസ്ഥയായ ദീപയുടെയും മകനാണ് ശ്രീഹരി. നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ആശയവിനിമയ സംവിധാനങ്ങളിലെ പിഴവ് തന്നെയാണ് അപകട കാരണം. കാനഡ സ്വദേശിയും സഹപാഠിയുമായ സാവന്നയാണ് അപകടത്തിൽ മരിച്ച മറ്റൊരാൾ. ഇത് രണ്ട് ചെറു വിമാനങ്ങളിലെ പൈലറ്റുമാർ മാത്രമാണ് ഈ രണ്ട് വിമാനങ്ങളിലും ഉണ്ടായിരുന്നത്. മറ്റ് കൂടുതൽ ആളുകളൊന്നും ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നില്ല. രണ്ട് വിമാനങ്ങളും ഒരേ സമയം ലാൻഡ് ചെയ്യുന്ന എന്നതിനിടയിലാണ് അപകടം. ഇത് പരിശീലനത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരേ സമയം ലാൻഡ് ചെയ്യുന്ന പരിശീലനം നൽകിയിരുന്നത് എന്ന കാര്യമാണ് ഈ പരിശീലന കേന്ദ്രം ഇപ്പോൾ ബന്ധുക്കളെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇൻസ്ട്രക്ടർ ബന്ധുക്കളെ ബന്ധപ്പെട്ട് വിവരങ്ങൾ യഥാസമയം ധരിപ്പിച്ചിരുന്നു. മൃതദേഹം എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തുടരുകയാണ്. ജിജീഷ്, കാനഡയിൽ വിമാനങ്ങൾ കൂട്ടിയിടിച്ചു മലയാളി പൈലറ്റ് മരിച്ചു. തൃപ്പൂണിത്തുറ സ്വദേശി ശ്രീഹരി സുകേഷാണ് മരിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പരിശീലന പറക്കലിനിടെയാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. ജിജീഷ് കരുണാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്.